ഹായ്, ബൊനാൻസ ഇംഗ്ലീഷ് അക്കാദമിയുടെ ഇനി നിങ്ങളും ഇംഗ്ലീഷ് സംസാരിക്കും എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കൊരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ഇംഗ്ലീഷ് എങ്ങനെയാണ് എളുപ്പം മനസ്സിലാക്കുക. ഈ മെത്തേഡിൽ നിങ്ങൾ പഠിച്ചാൽ ഇംഗ്ലീഷ് നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാക്കാൻ കഴിയും. ഞാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഉദാഹരണങ്ങൾ തന്നിട്ടുണ്ട്. ഈ ഉദാഹരണങ്ങൾ ഒരു 5 എണ്ണം വീതം നിങ്ങൾ സ്വയം ഉണ്ടാക്കി നോക്കണം. എങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷ് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ഉദാഹരണങ്ങൾ നോക്കൂ. ഐ ആം എ ടീച്ചർ. ഞാനൊരു ടീച്ചറാകുന്നു. ഇതെങ്ങനെ വന്നു നോക്കൂ. ഞാനൊരു ടീച്ചറാകുന്നു മലയാളത്തിൽ എഴുതി. ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ആകുന്നു ഒരു ടീച്ചർ എന്ന് എഴുതണം. മലയാളം ഞാനൊരു ടീച്ചറാകുന്നു. ഇംഗ്ലീഷിലേക്ക് മാറ്റിയപ്പോൾ ഞാൻ ആകുന്നു, ഞാനാകുന്നു ഒരു ടീച്ചർ എന്ന് ആക്കണം. അപ്പം മലയാളത്തിൽ ഇംഗ്ലീഷ് എഴുതുന്ന മെത്തേഡ് മനസ്സിലായല്ലോ. ഞാനൊരു ടീച്ചറാകുന്നു മലയാളം, ഇംഗ്ലീഷിലേക്ക് ആകുമ്പോൾ ഞാനാകുന്നു ഒരു ടീച്ചർ എന്ന് ആക്കി എഴുതിയാൽ ശരിയായി. ഐ ആം എ ടീച്ചർ. ഐ വരുമ്പോഴാണ് ആം ഉപയോഗിക്കുക. ഐ വരുമ്പോഴാണ് ആം ഉപയോഗിക്കുക. ഇനി ഞാൻ ആയിരുന്നു എന്നുള്ളതിന് എങ്ങനെ ഉപയോഗിക്കാം? ആമിൻ്റെ കഴിഞ്ഞ രൂപമാണ് വാസ്. ആമിൻ്റെ കഴിഞ്ഞ രൂപമാണ് വാസ്. ഐ വാസ്, ഞാനായിരുന്നു. എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഇപ്പോൾ ടീച്ചറാണോ? അല്ല, റിട്ടയറൊക്കെ ആയി. ഐ വാസ് എ നേഴ്സ്. ഐ വാസ് എ ഡ്രൈവർ. ഐ വാസ് എ റിച്ച് മാൻ. ഐ വാസ് ഹാപ്പി, ഞാൻ സന്തോഷവാനായിരുന്നു. അപ്പോൾ നമുക്ക് ഇഷ്ടംപോലെ ഉണ്ടാക്കാം. ഇതേപോലെ ഇവിടെ ഉണ്ടാക്കാം. ഞാനൊരു ടീച്ചർ ആയിരുന്നു. അപ്പം ആമിൻ്റെയും വാസിൻ്റെയും പിടുത്തം കിട്ടിയല്ലോ. ആകുന്നു, ആയിരുന്നു. ഇനി ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഇംഗ്ലീഷിൽ വന്നപ്പോഴോ ഐ ക്യാൻ, എനിക്ക് കഴിയും സംസാരിക്കാൻ. എന്ത്? ഇംഗ്ലീഷ്. എനിക്ക് കഴിയും സംസാരിക്കാൻ. എന്തിന്? ഇംഗ്ലീഷിന്. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. എനിക്ക് പറക്കാൻ കഴിയുന്നുള്ളപ്പോഴോ ഐ ക്യാൻ ഫ്ലൈ. ഐ ക്യാൻ റൈറ്റ്. ഐ ക്യാൻ ഹെൽപ്പ് യു. ഐ ക്യാൻ ബ്രിങ് ദാറ്റ്. ഐ ക്യാൻ ബൈ. ഇഷ്ടം പോലെ നമുക്ക് ചേർക്കാം. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഐ ക്യാൻ ഹെൽപ്പ് യു. എനിക്ക് നിന്നെ സഹായിക്കാൻ പറ്റും. ഐ ക്യാൻ ഫ്ലൈ. എനിക്ക് പറക്കാൻ കഴിയും. ഐ ക്യാൻ ഗിവ് യു മണി. എനിക്ക് പൈസ നിനക്ക് തരാൻ കഴിയും. ഈ ക്യാൻ്റെ കഴിഞ്ഞ രൂപമാണ് കുഡ്. ക്യാൻ്റെ കഴിഞ്ഞ രൂപമാണ് കുഡ്. ഐ കുഡ്, എനിക്ക് കഴിഞ്ഞു സംസാരിക്കാൻ. എന്ത്? ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിഞ്ഞു. കഴിയുന്നല്ല, കഴിഞ്ഞു. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കുവാൻ കഴിഞ്ഞു. സ്പീക്ക് ഇംഗ്ലീഷ് മാറ്റാം. ഐ കുഡ് റൈറ്റ് ഇംഗ്ലീഷ്. എനിക്ക് ഇംഗ്ലീഷ് എഴുതുവാൻ കഴിഞ്ഞു. ഐ കുഡ് മാരി ഹെർ. എനിക്ക് അവളെ വിവാഹം ചെയ്യാൻ കഴിഞ്ഞു. ഐ കുഡ് ബൈ എ കാർ. എനിക്കൊരു കാറ് വാങ്ങാൻ കഴിഞ്ഞു. അപ്പോൾ ക്യാൻ കഴിയുക, കുഡ് കഴിഞ്ഞു. ശരിയായല്ലോ. അടുത്തതാണ് ഷാൾ. ഷാൾ ഭാവിയിലെ ഉറപ്പിനെ കാണിക്കാൻ. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഞാൻ നാളെ വരുന്ന എങ്ങനെ പറയാം? ഐ ഷാൾ കം ഐ ഷാൾ ഈ സ്പീക്ക് മാറ്റിയിട്ട് കം ചേർക്കുക. ഐ ഷാൾ കം ടുമാറോ. ഐ ഷാൾ ഗോ ടുഡേ. ഞാൻ ഇന്ന് പോകും. ഐ ഷാൾ സെൽ ദാറ്റ്. ഞാനത് വിൽക്കും. ഐ ഷാൾ ബൈ എ ന്യൂ ഹൗസ്. ഞാനൊരു പുതിയ വീട് വാങ്ങും. അപ്പം ഐയുടെ കൂടെ ഷാൾ ചേർത്തു ഭാവിയിലെ ഉറപ്പിനെ കാണിക്കാൻ. ഐ ഷാൾ. നിങ്ങൾ വോളിബോൾ കളിക്കുമ്പോൾ കണ്ടിട്ടില്ലേ? ഐ ഷാൾ, ഞാനെടുക്കാം, ഞാൻ എടുക്കും എന്നുള്ള അർത്ഥമാണ് ഐ ഷാൾ. അപ്പം ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്. ഈ ഷാളിൻ്റെ കഴിഞ്ഞ രൂപമാണ് ഷുഡ്.
ഇവിടെ ഞാൻ ആജ്ഞാപിക്കാൻ എടുത്തുള്ളതാണ്. അതൊരു ഉറപ്പിനെ കാണിക്കാൻ. നിങ്ങൾ കിരീടം സിനിമ കണ്ടിട്ടുണ്ടാകും ഇല്ലേ? അതിൽ മോഹൻലാൽ പറയുന്നുണ്ട് എനിക്കും ജീവിക്കണം. കാട്ടിൽ കിടക്കുന്ന മോഹൻലാലിനെ ജോണി തല്ലാൻ വരുന്നു. ജോണിയെ കീഴ്പ്പെടുത്തി കയ്യും കാലും കെട്ടിയിടുന്നു. അപ്പോൾ ജോണി പറയുന്നു ഇതാ ജോസേട്ടൻ വന്നിട്ടുണ്ട് നിൻ്റെ കുടൽ പുറത്തെടുക്കാൻ. അപ്പോൾ മോഹൻലാൽ എന്ത് പറയുന്നുണ്ട്? എനിക്കും ജീവിക്കണം അല്ലേ? അതെങ്ങനെ ഇംഗ്ലീഷിൽ പറഞ്ഞു? ഐ ഷുഡ് ലിവ്. എന്താണ്? ഐ ഷുഡ് ലിവ്, എനിക്കും ജീവിക്കണം. ഇവിടെ ഞാൻ പറഞ്ഞു ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കണം. ഐ ഷുഡ് ഗോ, എനിക്കും പോകണം, എനിക്ക് പോയേ പറ്റൂ. ഐ ഷുഡ് മാനേജ് ദാറ്റ്, എനിക്കത് കൈകാര്യം ചെയ്തേ പറ്റൂ. ഐ ഷുഡ് ബൈ, എനിക്ക് വാങ്ങിയേ പറ്റൂ. ഈ ഷുഡ് വേറെ നമ്മൾ എന്ത് ഉപയോഗിക്കാം? അങ്ങനെ പറ്റുമായിരുന്നു എന്നുള്ളത് നമുക്ക് ഉപയോഗിക്കാം. അത് ഇഫ് വരുമ്പോൾ. ഐ ആം എ ടീച്ചർ, ഞാനൊരു ടീച്ചറാകുന്നു. അതിൻ്റെ കഴിഞ്ഞ രൂപം ഐ വാസ് എ ടീച്ചർ, ഞാനൊരു ടീച്ചർ ആയിരുന്നു. ഐ ക്യാൻ സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിയും. ഐ കുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്ക് ഇംഗ്ലീഷ് സംസാരിക്കാൻ കഴിഞ്ഞു. ക്യാൻ്റെ കഴിഞ്ഞ രൂപം കുഡ്. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് പറയാം ഞാൻ ഇന്നലെ നാളെ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ ഷാൾ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും. ഐ ഷുഡ് സ്പീക്ക് ഇംഗ്ലീഷ്, എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. എനിക്കും ഇംഗ്ലീഷ് സംസാരിക്കണം, സംസാരിച്ചേ പറ്റൂ. ഐ മേ ഗെറ്റ് ദാറ്റ്, എനിക്ക് ഒരു പക്ഷേ അത് ലഭിക്കാം. ഒരു പക്ഷെയാണ്, നമുക്ക് ഉറപ്പില്ല. അതുകൊണ്ടാണ് മേ ചേർത്തത്. തീർച്ചയായും എന്നുള്ളതിന് നാം എന്ത് ചേർത്തു? ഐയുടെ കൂടെ ഷാൾ ചേർത്തു. ഐ ഷാൾ ഗെറ്റ് ദാറ്റ്, എനിക്കത് ലഭിക്കും. ഐ മേ ഗെറ്റ് ദാറ്റ്, എനിക്കൊരു പക്ഷേ അത് ലഭിക്കാം, ഉറപ്പൊന്നുമില്ല. ഐ മൈറ്റ് ഗെറ്റ് ദാറ്റ്, എനിക്കൊരു പക്ഷേ അത് ലഭിച്ചിരിക്കാം, കിട്ടിയിരിക്കാം. നറുക്കെടുപ്പൊക്കെ ആയിരിക്കാം, നമ്മൾ പറഞ്ഞിട്ടില്ല. എനിക്കൊരു പക്ഷേ അത് കിട്ടിയിരിക്കാം എന്നൊരു ഉറപ്പ് നമ്മൾ മനസ്സിൽ വിചാരിക്കുകയാണ്. ഐ മൈറ്റ് ഗെറ്റ് ദാറ്റ്. ഐ ആം, ഇവിടെ ഞാൻ ക്രിയയുടെ കൂടെ ING ചേർത്തു. ഗോയിങ്, ഐ ആം ഗോയിങ്. ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഐ ആം ഗോയിങ് ടു ദ മാർക്കറ്റ്. ഐ ആം ഗോയിങ് ടു തൃശ്ശൂർ. ഐ ആം ടേക്കിംഗ് ഫുഡ്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ഐ ആം സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുന്നു. ഐ ആം റൈറ്റിംഗ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് എഴുതുന്നു. ഐ ആം കട്ടിംഗ് വെജിറ്റബിൾസ്, ഞാൻ പച്ചക്കറികൾ മുറിക്കുന്നു. അപ്പം ഐ ആം വരുമ്പോൾ എന്താണ്? ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു, ഗോയിങ് കേട്ടാ. ഐ ആം ഗോയിങ്, ING വരുമ്പോൾ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ മാത്രം ഐ ആം വെച്ചിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ വിശേഷണം കൊടുക്കുമ്പോൾ ഡോക്ടർ, എഞ്ചിനീയർ കൊടുക്കാം. പക്ഷെ ക്രിയകളുടെ ING വരുമ്പോൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അർത്ഥം. ഐ ആം ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഐ വാസ് ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു എന്ന് അന്ന് ടൈമൊന്നും പറഞ്ഞില്ല. ഐ വാസ് ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോവുകയായിരുന്നു. ഐ വാസ് സ്ലീപ്പിംഗ്, ഞാൻ ഉറങ്ങുകയായിരുന്നു. ഐ വാസ് റണ്ണിങ് എ ഷോപ്പ്, ഞാനൊരു കട നടത്തുകയായിരുന്നു. ഐ വാസ് റീഡിങ് എ നോവൽ, ഞാനൊരു നോവൽ വായിക്കുകയായിരുന്നു. ഐ വാസ് വാച്ചിങ് ന്യൂസ്, ഞാൻ വാർത്തകൾ കാണുക ആയിരുന്നു. ഐ മേ ഗെറ്റ് ദാറ്റ്, എനിക്കൊരു പക്ഷേ ലഭിക്കാം. ഐ മൈറ്റ് ഗെറ്റ് ദാറ്റ്, എനിക്കൊരു പക്ഷേ അത് ലഭിച്ചിരിക്കാം. ഐ ആം ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോകുന്നു. ഐ വാസ് ഗോയിങ് ടു USA, ഞാൻ അമേരിക്കയിലേക്ക് പോവുക ആയിരുന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, സംസാരിക്കാറുണ്ട്. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കും, സംസാരിക്കാറുണ്ട്. ഐ ഗോ, ഞാൻ പോകുന്നു, പോകാറുണ്ട്. ഐ സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നു, ഉറങ്ങാറുണ്ട്. ഐ ഹെൽപ്പ് മൈ മദർ, ഞാൻ എൻ്റെ അമ്മയെ സഹായിക്കുന്നു, സഹായിക്കാറുണ്ട്. ഐ ഹെൽപ്പ് മൈ ഡാഡ്, ഞാൻ എൻ്റെ പിതാവിനെ സഹായിക്കുന്നു, സഹായിക്കാറുണ്ട്.
അപ്പോൾ അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് ഐ സ്പോക്ക് ഇംഗ്ലീഷ്. സ്പീക്കിൻ്റെ രണ്ടാമത്തെ രൂപം സ്പോക്ക്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഐ ഹെൽപ്ഡ് മൈ മദർ, ഞാൻ എൻ്റെ മാതാവിനെ സഹായിച്ചു. ഹി കെയിം യെസ്റ്റർഡേ, അവൻ ഇന്നലെ വന്നു. അപ്പോൾ ഇവിടെ ഒന്നാമത്തെ ചെയ്യുന്നു, ചെയ്യാറുണ്ട്. രണ്ടാമത്തെ വന്നപ്പോൾ സംസാരിച്ചു, പോയി, കണ്ടിരുന്നു. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. ഹാവ് വന്നപ്പോൾ മൂന്നാമത്തെ രൂപം സ്പീക്ക്, സ്പോക്ക്, സ്പോക്കൺ. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ഐ ഹാവ് സ്റ്റഡീഡ് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് പഠിച്ചിട്ടുണ്ട്. ഐ ഹാവ് ഹെൽപ്ഡ് ദം, ഞാൻ അവരെ സഹായിച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം പൂർത്തീകരിച്ചിട്ടുണ്ട്, അതിന് ഞാൻ ഐ ഹാവ് ചേർത്തു. ഐ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. നേരത്തെ കഴിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാഡ് ടോൾഡ് ഹെർ ഏർലി, ഞാൻ അവളോട് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഐ സ്പീക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ട്. ഐ സ്പോക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിരു. ഐ സ്പോക്ക് ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. ഐ ഹാഡ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ ലിവിങ് അറ്റ് തൃശ്ശൂർ ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി ഞാൻ തൃശ്ശൂരിൽ താമസിച്ചു കൊണ്ടേയിരിക്കുന്നു. ഐ ഹാവ് ബീൻ റണ്ണിങ് എ ഷോപ്പ് അറ്റ് കോഴിക്കോട് സിൻസ് 2000. 2000 മുതൽ കോഴിക്കോട് ഞാനൊരു കച്ചവടം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. അതിനാണ് ഹാവ് ബീൻ V1 ING ചേർക്കുന്നത്. മുൻപ് തുടങ്ങി, ഇപ്പോൾ നടക്കുന്നുണ്ട്, ഇനി നടക്കും. കുറേ കാലമായി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുന്നു. ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. ഐ ഹാഡ് ബീൻ, അപ്പോൾ കഴിഞ്ഞു പോയി. ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. ഞാൻ കുറേ കാലമായി ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുക ആയിരുന്നു. പക്ഷേ ഞാൻ ഇടക്കാലം വെച്ച് ഇംഗ്ലീഷ് സംസാരം നിർത്തി. ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായിട്ട് ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയായിരുന്നു. പക്ഷേ എവിടെയോ വെച്ച് ഞാൻ സംസാരം നിർത്തി. ഐ ഹാവ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേ ഇരിക്കുകയാകുന്നു. ഐ ഹാഡ് ബീൻ സ്പീക്കിംഗ് ഇംഗ്ലീഷ് ഫോർ എ ലോങ് ടൈം. കുറേ കാലമായി ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചു കൊണ്ടേയിരിക്കുക ആയിരുന്നു. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നിന്നും നിങ്ങൾ എന്ത് പഠിച്ചു? ഒരു സിമ്പിളായിട്ടുള്ള മാർഗം ഞാൻ പറഞ്ഞുതരാം. ഐയുടെ കൂടെ ആമ വരും, ആകുന്നു. അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് വാസ്, ആയിരുന്നു. ഐക്ക് മാത്രമാണ് ആമ വരുന്നത് കേട്ടോ. ഐ ആം, ഞാനാകുന്നു. ഐ വാസ്, ഞാൻ ആയിരുന്നു. ഇപ്പം നോക്കൂ, ഹി അവൻ, ഇവൻ, ഷീ അവൾ, ഇവൾ, ഇറ്റ് ഇത്, ദാറ്റ് അത്, ദിസ് ഇത്, എവരിബഡി. ഇവിടെ എവരിബഡി എന്ന് ഉദ്ദേശിക്കുന്നത് പേരുകൾ. യുവർ ഫാദർ, യുവർ മദർ, രാമൻ, ലക്ഷ്മണൻ, ജബ്ബാർ, തോമാസ്, അങ്ങനെ പേരുകളുണ്ടല്ലോ. അതിനാണ് ഞാനിവിടെ എവരിബഡി എന്ന് ഉദ്ദേശിക്കുന്നത്. അവിടെ നമ്മൾ ഒരാളുള്ളപ്പോൾ ഈസ് ചേർക്കുന്നു. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദാറ്റ് ഈസ്, ദിസ് ഈസ്, എവരിബഡി ഈസ്. ആയിരുന്നു എന്ന് ചേർക്കാൻ ഹി വാസ്, ഷീ വാസ്, ഇറ്റ് വാസ്, ദാറ്റ് വാസ്, ദിസ് വാസ്, യുവർ ഫാദർ വാസ്, യുവർ മദർ വാസ്, രമണി വാസ്, ജബ്ബാർ വാസ്, റഹീം വാസ്. ഇനി നിങ്ങളാകുന്നു എന്ന് വരുമ്പോഴോ
യു ആർ നിങ്ങളാകുന്നു, ബഹുവചനം. യു ആർ നിങ്ങളാകുന്നു. ദേ ആർ അവരാകുന്നു. വി ആർ ഞങ്ങളാകുന്നു. ദീസ് ഇവകളാകുന്നു. ദീസ് ആർ ഇവകളാകുന്നു. ദോസ് ആർ അവകൾ ആകുന്നു. അപ്പോൾ യു ആർ, ദേ ആർ, വി ആർ, ദീസ് ആർ, ദോസ് ആർ. ഇനി ആയിരുന്നു എന്ന് കാണിക്കാൻ എന്ത് ചേർക്കണം? യു വേർ നിങ്ങളായിരുന്നു. ഇപ്പോഴാണോ? അല്ല, പണ്ടായിരുന്നു. ദേ വേർ അവർ ആയിരുന്നു. വി വേർ ഞങ്ങൾ ആയിരുന്നു. ദീസ് വേർ ഇവകൾ ആയിരുന്നു. ദോസ് വേർ അവകൾ ആയിരുന്നു. അതായത് ഐയുടെ കൂടെ ആം ചേർക്കും. അയാം ഞാനാകുന്നു എന്ന് ചേർക്കാൻ ഐ വാസ് ഞാനായിരുന്നു. ഹി വാസ് അവനായിരുന്നു. ഷീ വാസ് അവളായിരുന്നു. ഇറ്റ് വാസ് ഇതായിരുന്നു. ദാറ്റ് വാസ് അതായിരുന്നു. ദിസ് വാസ് ഇതായിരുന്നു. എവരിബഡി വാസ് പേരുകളൊക്കെ ആയിരുന്നു. യു ആർ നിങ്ങളാകുന്നു. ദേ ആർ അവരാകുന്നു. വി ആർ ഞങ്ങളാകുന്നു. ദീസ് ആർ ഇവകളാകുന്നു. ദോസ് ആർ അവകളാകുന്നു. യു വേർ നിങ്ങൾ ആയിരുന്നു. ദേ വേർ അവർ ആയിരുന്നു. വി വേർ ഞങ്ങൾ ആയിരുന്നു. ദീസ് വേർ ഇവകളായിരുന്നു. ദോസ് വേർ അവകൾ ആയിരുന്നു. ഐയും വിയും. എന്താണ് ഐയും വിയും? ഐ ഞാൻ എനിക്ക്, വി നമ്മൾ ഞങ്ങൾ. അപ്പം മറ്റുള്ളവരാണ് അതേഴ്സ് എന്ന് ഉദ്ദേശിക്കുന്നത്. നോക്കിയേ, ഇവിടെ സബ്ജക്റ്റുകളുണ്ടോ? ഐ ഞാൻ എനിക്ക്, യു നീ നിങ്ങൾ താങ്കൾ, ദേ അവർ ഇവർ, വി നമ്മൾ ഞങ്ങൾ, ദീസ് ഇവകൾ, ദോസ് അവകൾ, ഹി അവൻ ഇവൻ, ഷീ അവൾ ഇവൾ, ഇറ്റ് ഇത്, ദാറ്റ് അത്, ദിസ് ഇത്, എവരിബഡി എല്ലാവരും. അതായത് ഐ ഞാൻ എനിക്ക്, യു നീ നിങ്ങൾ താങ്കൾ, ദേ അവർ ഇവർ, വി നമ്മൾ ഞങ്ങൾ, ദീസ് ഇവകൾ, ദോസ് അവകൾ, ഹി അവൻ ഇവൻ, ഷീ അവൾ ഇവൾ, ഇറ്റ് ഇത്, ദാറ്റ് അത്, ദിസ് ഇത്, എവരിബഡി എല്ലാവരും. എല്ലാവരും കൂടി പറഞ്ഞാണ് എവരിബഡി. ഐയുടെയും വിയുടെ കൂടെ ഷാൾ ഉപയോഗിക്കും. ഐയുടെയും വിയുടെ കൂടെ ഷാൾ ഉപയോഗിക്കും. മറ്റുള്ളവരുടെ കൂടെ വില്ലുപയോഗിക്കും. അപ്പോൾ വില്ലും ഷാളും എന്താണ് അർത്ഥം? ഭാവിയിലൊരു ഉറപ്പിനെ കാണിക്കാൻ, ഭാവിയിലൊരു ഉറപ്പിനെ കാണിക്കാനാണ് വില്ലും ഷാളും ഉപയോഗിക്കുന്നത്. ഐയുടെയും വിയുടെ കൂടെ ഷാൾ ഉപയോഗിക്കുന്നു. മറ്റുള്ളവരുടെ കൂടെ വില്ലുപയോഗിക്കുന്നു. ചില സന്ദർഭങ്ങളിൽ ഇവിടെ വില്ലും ഇവിടെ ഷാളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അർത്ഥത്തിന് ഒരു മുറുക്കം വരും, ബലം വരും. ഐ ഷാൾ കിൽ ഞാൻ കൊല്ലും. ഐ വിൽ കിൽ ഞാൻ കൊന്നിരിക്കും. അതാണ് വ്യത്യാസം. ഇനി നോക്കൂ, ഐയുടെ കൂടെ ഏത് വരും? ഐയുടെ കൂടെ മാത്രമാണ് ആം വരുന്നത്, ആകുന്നു എന്ന് കാണിക്കാൻ. അയാം ഞാനാകുന്നു. ഞാനായിരുന്നു എന്ന് കാണിക്കാൻ ഐ വാസ്. ഐയുടെ കൂടെ മാത്രമാണ് ആം വരുന്നത്, അയാം ഞാനാകുന്നു. അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് ഐ വാസ് ഞാൻ ആയിരുന്നു. അയാം ഞാനാകുന്നു. ഐ വാസ് ഞാൻ ആയിരുന്നു. ഇനി യു വരുമ്പോഴോ? നീ നിങ്ങൾ താങ്കൾ. യു നീ നിങ്ങൾ താങ്കൾ വരുമ്പോൾ ആർ ചേർത്തു. യു ആർ, ദേ ആർ, വി ആർ, ദീസ് ആർ, ദോസ് ആർ. ആകുന്നു എന്ന് കാണിക്കാൻ ഒന്നിൽ കൂടുതലുണ്ട്. അതുകൊണ്ടാണ് യു ആർ നിങ്ങളാകുന്നു, ദേ ആർ അവർ ആകുന്നു, വി ആർ നമ്മളാകുന്നു, ദീസ് ആർ ഇവകളാകുന്നു, ദോസ് ആർ അവകൾ ആകുന്നു.
ഇനി ആയിരുന്നു എന്ന് കാണിക്കാൻ എന്ത് വരും? ആയിരുന്നു. അയാം വന്നു, ഞാനാകുന്നു. ഐ വാസ്, ഞാനായിരുന്നു. ഐക്ക് മാത്രം ഒരു പ്രത്യേകതയുണ്ട് കേട്ടോ, അത് ശ്രദ്ധിച്ചിരിക്കണം. ഐ വാസ്, ഞാനായിരുന്നു. ഇനി നിങ്ങളായിരുന്നു എന്ന് വരുമ്പോൾ യു വേർ, നിങ്ങളായിരുന്നു മുൻപ്, ഇപ്പോഴല്ല. യു വേർ, നിങ്ങൾ ആയിരുന്നു മുൻപ്. ദേ വേർ, അവരായിരുന്നു മുൻപ്, ഇപ്പോഴല്ല. അവരൊക്കെ ഇന്ത്യൻ കളിക്കാരായിരുന്നു. വി വേർ, ഞങ്ങളായിരുന്നു, ഞങ്ങൾ ആയിരുന്നു, ഇപ്പോഴാണോ? അല്ല. ദീസ് വേർ, ഇവകൾ ആയിരുന്നു, ഇവകൾ ആയിരുന്നു. ദീസ് വേർ, അവകളായിരുന്നു. ദോസ് വേർ, അവകളായിരുന്നു. ദോസ് വേർ. ശരിയല്ലോ. ഇനി നമുക്ക് ഡു ചേർക്കാം. ആരുടെ കൂടെ? എല്ലാവരും ഇവരെ കൂടെ മാത്രമാണ് ഡു ചേർക്കാൻ പറ്റുന്നത്. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. ഐ ഡു, ഞാൻ ചെയ്യാറുണ്ട്. യു ഡു, നിങ്ങൾ ചെയ്യാറുണ്ട്. യു ഡു, നിങ്ങൾ ചെയ്യാറുണ്ട്. ദേ ഡു, അവർ ചെയ്യാറുണ്ട്, അവർ ചെയ്യാറുണ്ട്. വി ഡു, നമ്മൾ ചെയ്യാറുണ്ട്. വി ഡു, നമ്മൾ ചെയ്യാറുണ്ട്. ദീസ് ഡു, ഇവകൾ ചെയ്യാറുണ്ട്. ദീസ് ഡു, ഇവകൾ ചെയ്യാറുണ്ട്. ദോസ് ഡു, അവകൾ ചെയ്യാറുണ്ട്. ദോസ് ഡു, അവകൾ ചെയ്യാറ് ഉണ്ട്. ഇനി അടുത്താണ് ഹാവ്. അടുത്താണ് ഹാവ്. ഹാവിൻ്റെ അർത്ഥം എന്താണ്? ഉണ്ട്, ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. ഉണ്ട്, ഒരു പ്രവൃത്തി ഇപ്പോൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. എല്ലാവരും കൂടി ഇവിടെ ഉപയോഗിക്കാം. ഐ ഹാവ്, യു ഹാവ്, ദേ ഹാവ്, വി ഹാവ്, ദിസ് ഹാവ്, ദോസ് ഹാവ്. ബഹുവചനങ്ങൾ ഇവിടെ ഹാവ് ഉണ്ട്. എനിക്ക് കാർ ഉണ്ടെന്ന് എങ്ങനെ പറയാം? ഐ ഹാവ് കാർ. യു ഹാവ് കാർ, ദേ ഹാവ് കാർ, വി ഹാവ് കാർ, ദീസ് ഹാവ് കാർ, ദോസ് ഹാവ് കാർ. ഇനി ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ടെങ്കിലോ? ദേ ഞാൻ വന്നിട്ടുണ്ട്. ഐ ഹാവ് കം. ഐ ഹാവ് കം, ഞാൻ വന്നിട്ടുണ്ട്. യു ഹാവ് കം, ദേ ഹാവ് കം, വി ഹാവ് കം, ദോസ് ഹാവ് കം, ദീസ് ഹാവ് കം, ദോസ് ഹാവ് കം. ഐ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ഞാൻ ഇംഗ്ലീഷ് സംസാരിച്ചിട്ടുണ്ട്. യു ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ദേ ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, വി ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ദീസ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്, ദോസ് ഹാവ് സ്പോക്കൺ ഇംഗ്ലീഷ്. അപ്പോൾ എന്ത് മനസ്സിലായി? ഹാവ് വന്നപ്പോൾ വെർബിൻ്റെ മൂന്നാമത്തെ രൂപം ഉപയോഗിച്ചു. അപ്പോൾ ഈ പാറ്റേൺ കഴിഞ്ഞല്ലോ ഇല്ലേ? നേരെ അടിയിലേക്ക് വന്നു. എന്താണ് ഇവിടെ വന്നപ്പോൾ? ഹി, ഷീ, ഇറ്റ്, ദാറ്റ്, ദിസ്, എവരിബഡി. എവരിബഡി എന്ന് ഉദ്ദേശിക്കുന്നത് രാമൻ, ജബ്ബാർ, സരസു, കൗസു, ജമീല, യുവർ ഫാദർ, യുവർ മദർ, യുവർ ഡോഗ്, യുവർ അങ്കിൾ, യുവർ നൈബർ. അതിനെയാണ് ഞാനിവിടെ എവരിബഡി എന്ന് ഉദ്ദേശിക്കുന്നത്. ഇത് സിംഗുലറാണ്, ഇത് പ്ലൂരലാണ്. അപ്പോൾ പ്ലൂരലിൻ്റെ കൂടെ വരുന്നതാണ് ഏത്? ആമും വാസും അയ്യന് പ്രത്യേകം മാറ്റിയിട്ടുള്ളതാണ്. ആറ്, വേറെ, ഡു, ഹാവ്, ഇവരുടെ കൂടെ മാത്രമേ വരുന്നുള്ളൂ. ഈ സിംഗുലർ ആയിട്ടുള്ള ഇവരുടെ കൂടെ, ഒരെണ്ണമുള്ള ഇവരുടെ കൂടെ ഹി, അവൻ, ഇവൻ, ഷീ, അവൾ, ഇവൾ, ഇറ്റ്, ഇത്, ദാറ്റ്, അത്, ദിസ്, ഇത്, എവരിബഡി, എല്ലാവരും ഉദ്ദേശിക്കുന്നു. ഹി ഈസ്, അവനാകുന്നു. ഹി ഈസ്, അവനാകുന്നു. ഷീ ഈസ്, അവളാകുന്നു. ഇറ്റ് ഈസ്, ഇതാകുന്നു. ദാറ്റ് ഈസ്, ഇതാകുന്നു. ദിസ് ഈസ്, ഇതാകുന്നു. യുവർ ഫാദർ ഈസ്, യുവർ മദർ ഈസ്. ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ്, ദാറ്റ് ഈസ്, ദിസ് ഈസ്, എവരിബഡി ഈസ്. ഇനി ആയിരുന്നു എന്ന് കാണിക്കാൻ നമ്മളവിടെ എന്ത് ചേർത്തു? ഐ വാസ് ചേർത്തു അല്ലേ? ഐ വാസ് ചേർത്തു, ഞാൻ ആയിരുന്നു എന്ന് കാണിക്കാൻ. ഇവിടെ നമ്മൾ വേറെ വരുന്നു സിംഗുലറിൻ്റെ കൂടെ. ഹി വാസ്, അവനായിരുന്നു. ഷീ വാസ്, അവളായിരുന്നു. ഹി വാസ്, അവനായിരുന്നു. ഷീ വാസ്, അവളായിരുന്നു. ഇറ്റ് വാസ്, ഇത് ആയിരുന്നു. ഇപ്പോഴാണോ? അല്ല, നേരത്തെ ഇതായിരുന്നു. ദാറ്റ് വാസ്, അത് ആയിരുന്നു. ദാറ്റ് വാസ്, അത് ആയിരുന്നു. ദിസ് വാസ്, ഇത് ആയിരുന്നു. ദിസ് വാസ്, ഇത് ആയിരുന്നു. യുവർ ഫാദർ വാസ്, നിങ്ങളുടെ പിതാവ് ആയിരുന്നു. രവി വാസ്, രവി ആയിരുന്നു.
ഹിസ് ഫാദർ വാസ്, ഹിസ് മദർ വാസ്, ഹിസ് നൈബർ വാസ്, മൈ ഫ്രണ്ട് വാസ്, ഐ വാസ്. ഈ നമ്മൾ ഹാസ് ഉപയോഗിച്ചു. ഇവിടെ ഹാവ് ഉപയോഗിച്ചില്ലേ? ഇവിടെ ഹാവ് ഉപയോഗിച്ചു. ഇവിടെ ഞാൻ എന്തെന്ന് ഹാസ് ഉപയോഗിക്കുന്നു. ഹീ ഹാസ്, അവനുണ്ട്. ഇവിടെ ഹാവ് ഉണ്ട്, ഇവിടെയും ഹാസ് ഉണ്ട്. ഒരു പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഹീ ഹാസ് ഇനഫ് മണി, അവൻ്റെ കയ്യിൽ ഒരുപാട് പൈസ ഉണ്ട്. ഹീ ഹാസ് 2 കാർസ്, കാറ്. ഹീ ഹാസ് 2 കാർസ്, അവന് 2 കാറുകൾ ഉണ്ട്. ഷീ ഹാസ് കാസ്കേഡ് ഹെയർ, ഷീ ഹാസ് കാസ്കേഡ് ഹെയർ, അവൾക്ക് പനങ്കുല പോലെയുള്ള മുടിയുണ്ട്. ഷീ ഹാസ് മെനി ബുക്സ്, അവൾക്ക് ഒരുപാട് പുസ്തകങ്ങൾ ഉണ്ട്. ഉണ്ട് എന്നുള്ളതിന്. ഷീ ഹാസ് ഫിനിഷ്ഡ് ദാറ്റ് വർക്ക്, അവൾ ആ പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. ഷീ ഹാസ് മെയ്ഡ് ബിരിയാണി, അവൾ ബിരിയാണി ഉണ്ടാക്കിയിട്ടുണ്ട്. വാട്ട് എ ടേസ്റ്റ്, എന്തൊരു രുചി. ഷീ ഹാസ് വിസിറ്റഡ് മീ, അവൾ എൻ്റെ അരികിൽ വന്നിട്ടുണ്ട്. ഇറ്റ് ഹാസ്, ദാറ്റ് ഹാസ്, ദിസ് ഹാസ്, യുവർ ഫാദർ ഹാസ്, യുവർ മദർ ഹാസ്, യുവർ ഫ്രണ്ട് ഹാസ്. അങ്ങനെ നമുക്ക് ഉണ്ടാക്കിപ്പോകാം. ഇവിടെ ഡസ് ഞാൻ വിട്ടുപോയല്ലേ? ഡസ്, ഹീ ഡസ്, അവൻ ചെയ്യാറുണ്ട്, അവൻ ചെയ്യാറുണ്ട്. ഇവിടെ വന്നപ്പോൾ ഡൂണ് കാണിച്ചത് അല്ലേ? ഇതിൽ ഡൂ കാണിച്ചു. ഇവിടെ വന്നപ്പോൾ ഞാൻ ഡസ് കാണിച്ചു. ഹീ ഡസ്, അവൻ ചെയ്യാറുണ്ട്. ഷീ ഡസ്, അവൾ ചെയ്യാറുണ്ട്. ഇറ്റ് ഡസ്, ഇത് ചെയ്യാറുണ്ട്. ദാറ്റ് ഡസ്, ദിസ് ഡസ്, യുവർ ഫാദർ ഡസ്, യുവർ മദർ ഡസ്, യുവർ ഫ്രണ്ട് ഡസ്. അപ്പോൾ ഡസ് ഒരു പ്രവൃത്തി ചെയ്യാറുണ്ട്. ഇവിടെ നമ്മൾ ഡൂ ചേർത്തപ്പോൾ ഇവിടെ എന്ത് ചേർത്തു? ഡസ്സാണ് ചേർത്തത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലായി? ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലായി 2 കഷ്ണത്തിൽ നിന്നും? വല്ല പിടി കിട്ടിയോ? അതായത് ഇത് പ്ലൂരല്, ഇത് സിംഗുലർ. ഇത് പ്ലൂരല്, ഇത് സിംഗുലർ. സിംഗുലറിൻ്റെ കൂടെ വരുന്ന സഹായക്രിയയുടെ അവസാനം എസ്സിലാണ് അവസാനിക്കുക. കണ്ട? ഈസ്, വാസ്, ഡസ്, ഹാസ്. ഇവിടെ മാത്രം ഐയുടെ മാത്രം ഒരു എന്തെന്നുള്ളൂ ആമ് വന്നപ്പോഴാണ് വാസായത്. മറിച്ച് സിംഗുലറിൻ്റെ എല്ലാവരുടെ കൂടെയും ഈസ്, വാസ്, ഡസ്, ഹാസ് ആണ് നമ്മൾ ഉപയോഗിക്കുക. ഇനി വേറൊരു സ്റ്റെപ്പും കൂടി ഉണ്ട്. ഇത് എല്ലാവരുടെ കൂടെയും ഉപയോഗിക്കും. ഇത് ഈ കണ്ടില്ല, നമ്മൾ എല്ലാവരുടെ കൂടെയും ഇത് ഉപയോഗിക്കും. ഐ മേ, യു മേ, ദേ മേ, വി മേ, ദീസ് മേ, ദോസ് മേ, ഹി മേ, ഷീ മേ, ഇറ്റ് മേ, ദാറ്റ് മേ, യുവർ ഫാദർ മേ. മൈറ്റ് ഒരുപക്ഷെ ആകാം, ഒരുപക്ഷെ ആയിരിക്കാം. മേ ഒരുപക്ഷെ ആകാം, മൈറ്റ് ഒരുപക്ഷെ ആയിരിക്കാം. ക്യാൻ കഴിയും, സാധിക്കും, പറ്റും. കുഡ് കഴിഞ്ഞു, സാധിച്ചു, പറ്റി. വുഡ് പതിവായിരുന്നു എന്നും അങ്ങനെ സംഭവിക്കുമായിരുന്നു എന്നും ഉപയോഗിക്കാം. ഷുഡ് ഇതിൻ്റെ അതേപോലെ തന്നെ വരാം. പിന്നെ ഇവിടെ ആജ്ഞാപിക്കാൻ നമുക്ക് ഉപയോഗിക്കാം. ഈ വുഡും കുഡും നമുക്ക് എന്തിനു ഉപയോഗിക്കാം? താഴ്മയായിട്ടും ഉപയോഗിക്കാം. താഴ്മയോടെ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞിട്ടുണ്ട്. കുഡും വുഡും വളരെ താഴ്മയോടെ നമുക്ക് ഉപയോഗിക്കാം. ഡിഡ്, ഈ ഡൂവും ഡസ് നമ്മൾ പഠിച്ചില്ലേ? ഡൂവും ഡസും അതിൻ്റെ കഴിഞ്ഞ രൂപമാണ് ഡിഡ്, ചെയ്തിരുന്നു. അപ്പോൾ ഡിഡ് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ ഡൂവിൻ്റെയും ഡസ്സിൻ്റെയും, ഡൂ ഇവിടെ ഉപയോഗിച്ചു, ഡസ് ഉപയോഗിച്ചു. എല്ലാവരുടെ കൂടെയും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഡ് ഉപയോഗിക്കാം. അവൾ ചെയ്തിരുന്നു, അവൾ പോയിരുന്നു, അവൾ കണ്ടിരുന്നു, അതിനൊക്കെ. ഇനി ഹാഡ്, ഈ ഹാവും ഹാസും കണ്ട ഇവരുടെ കഴിഞ്ഞ രൂപമാണ് ഹാഡ്. ഉണ്ടായിരുന്നു, ചെയ്തിട്ടുണ്ടായിരുന്നു, പോയിട്ടുണ്ടായിരുന്നു. മൈ ഫാദർ ഹാഡ് എ ഡോഗ്, എൻ്റെ പിതാവിനൊരു നായ ഉണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ മൈ ഫാദർ വാസ് എ ഡോഗ് എന്നല്ല കേട്ടോ, അത് തെറ്റാണ്. മൈ ഫാദർ ഹാഡ് എ ഡോഗ്. അപ്പോൾ മേ ഒരു പക്ഷേ ആകാം, മൈറ്റ് ഒരു പക്ഷേ ആയിരിക്കാം. ക്യാൻ കഴിയുക, സാധിക്കുക, പറ്റുക. കുഡ് കഴിഞ്ഞു, സാധിച്ചു. ഈ കുഡും വുഡും നമ്മൾ താഴ്മയായിട്ട് ഉപയോഗിക്കാം. കുഡ് യു ടെൽ മീ ദ വേ ടു ദ റെയിൽവേ സ്റ്റേഷൻ? വുഡ് യു പ്ലീസ് മൂവ് എ ബിറ്റ്? ദയവായി അല്പം നീങ്ങിയിരിക്കാമോ? അതിന് കുഡും വുഡും നമുക്ക് ഉപയോഗിക്കാം. ഷുഡ് ആജ്ഞാപിക്കാൻ ഉപയോഗിക്കാം. ഐ ഷുഡ് ലീവ്, എനിക്കും ജീവിക്കണം. യു ഷുഡ് ഡു ദാറ്റ്, നീ അത് ചെയ്യണം. ഐ ഡിഡ്, ഞാൻ ചെയ്തിരുന്നു.
ഹാഡ് ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രവൃത്തി നേരത്തെ പൂർത്തീകരിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഹാസിൻ്റെയും ഹാവിൻ്റെയും കൂടെ ബീൻ ചേർത്ത് ING ചേർക്കാം, ആമിസാർ ING ചേർക്കാം, വാസുവേർ ഇതിൻ്റെ കൂടെ ING ചേർക്കാം, ഇവരുടെ കൂടെയും ING ചേർക്കാം. ഇതാണ് ഇംഗ്ലീഷിൻ്റെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള ട്രിക്ക്. ഈ സൂത്രം നിങ്ങൾക്ക് മുന്നൊരു സാധനം പറഞ്ഞില്ലേ വെച്ചിട്ട്, അതേപോലെ ഇതുപോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഇംഗ്ലീഷിൽ വളരെ സിമ്പിളായിരിക്കും. നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ തരിക. ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തിയാൽ 1 മുതലുള്ള ക്ലാസ്സുകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അടുത്ത ക്ലാസ്സിൽ ഇംഗ്ലീഷിലെ മറ്റൊരു പ്രയോഗവുമായി കാണുന്നതുവരെ ബൈ.